നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-ൽ നിന്ന് ഒരൊറ്റ നേതാക്കളും BJP-യിൽ ചേരില്ലെന്ന് കോൺഗ്രസിനെ കളിയാക്കി CPM-കാർ പലപ്പോഴും വാദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ പൊളിച്ചടുക്കി കണ്ണൂരിൽ നിന്നുള്ള പിണറായിയോളം തലപ്പൊക്കമുള്ള നേതാവ് BJP പാളയം ചാടാൻ വന്നുവെന്ന ശോഭാ സുരേന്ദ്രന്റെ വാക്കിൽ പൊള്ളി നിൽക്കുകയാണ് CPM. കണ്ണൂരിലെ CPM പാർട്ടി ഗ്രാമങ്ങൾ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ഏത് നേതാവാണ് BJP-യിൽ ചേരാൻ പോയതെന്ന ചൂടൻ ചർച്ച. പിണറായിയോളം തലപ്പൊക്കമുള്ള CPM നേതാവിനെ BJP-യിൽ ചേർക്കാൻ വേണ്ടി ഞങ്ങളുടെ BJP ദേശീയ ഓഫീസിൽ നിരങ്ങിയവനാണ് ദല്ലാൽ നന്ദകുമാർ. ഇതാണ് ശോഭയുടെ ആരോപണം. വലിയൊരു ആരോപണമാണ് ശോഭ ഉയർത്തിവിട്ടിരിക്കുന്നത്. അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ബോംബ് പൊട്ടിച്ചത് ഇടതിന് വലിയ അടിയാണ്. അല്ലെങ്കിൽ തന്നെ പിണറായി വിജയനും മോദിയും തമ്മിൽ രഹസ്യ ബന്ധമുണ്ടെന്ന ആക്ഷേപം കരക്കമ്പിയാണ്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ പിണറായിയോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് BJP-യിൽ ചേരാൻ പോയി എന്ന ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ അങ്ങനെ പുതിയ അജണ്ട എത്തുകയാണ് കേരളത്തിൽ. ആലപ്പുഴയിൽ ഞാൻ ജയിക്കുമെന്നത് മുന്നിൽ കണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നത്. നന്ദകുമാർ എന്നെ 2 വർഷം മുൻപ് തൃശൂരിൽ വന്ന് കണ്ടിട്ടുണ്ട്. ചില പ്രമുഖരെ CPM-ൽ നിന്നും BJP-യിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. CPM-നെ പിളർക്കാൻ ശ്രമിച്ചു. പിണറായി ഒഴിച്ച് ആരെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും. ഇതാണ് ശോഭയുടെ വാക്കുകൾ. ആളുടെ പേര് ദല്ലാൽ പറയട്ടെ, ഇല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് താൻ പറയാമെന്നും ശോഭാ സുരേന്ദ്രൻ വിശദീകരിച്ചു. ശോഭയുടെ ഈ ആരോപണങ്ങളോട് ദല്ലാൽ നന്ദകുമാർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. BJP-യിൽ എത്താൻ ആഗ്രഹിച്ച ആളിനെക്കുറിച്ചും ശോഭ വിശദീകരിക്കുന്നുണ്ട്. നേതാക്കളെ സ്വീകരിക്കുന്നതിന് മുൻപ് അയാളെക്കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കും. എന്നാൽ ദല്ലാൽ കോടികളാണ് ഡൽഹിയിലെ നേതാക്കളോട് CPM നേതാവിനെ എത്തിക്കാൻ ചോദിച്ചത്. MV ഗോവിന്ദന്റെ യാത്ര നടക്കുമ്പോൾ തന്റെ രാമനിലയത്തിലെ മുറിയിൽ ഉന്നത CPM നേതാവ് വന്ന് ചർച്ച നടത്തി. ഇത് എന്തിനെന്ന് നന്ദകുമാർ പറയട്ടെ. അന്ന് ഈ CPM നേതാവ് CPM പിളർത്തുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂരിലെ പിണറായി അനുകൂല നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ഈ നേതാവ് BJP-യിൽ ചേരാത്തതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. തന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ക്യാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് തന്റെ പേരിലുള്ള 8 സെന്റ് വാങ്ങാമോ എന്ന് നന്ദകുമാറിനോട് ചോദിച്ചു. നന്ദകുമാർ ഇത് സമ്മതിച്ച് 10 ലക്ഷം ക്യാഷായി തരാമെന്നും പറഞ്ഞു. പക്ഷേ അക്കൗണ്ട് വഴി മതിയെന്ന് ഞാൻ പറഞ്ഞു. ഈ ഭൂമി ഇടപാടിന്റെ അഡ്വാൻസായാണ് തുക വാങ്ങിയതെന്നാണ് ശോഭയുടെ വിശദീകരണം. ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതുകൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാത്തത്. എന്റെ ഭൂമി ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല. നന്ദകുമാറിന് താൻ ഭൂമി മാത്രമേ നൽകൂവെന്നും ശോഭ പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുതിയ അംഗങ്ങളെ BJP-യിൽ ചേർക്കുന്നതിനുള്ള ചുമതല എനിക്കാണെന്ന് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കിയാണ് നന്ദകുമാർ എന്നെ ബന്ധപ്പെട്ടത്. BJP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. എന്നാൽ നേരിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല. അങ്ങനെയല്ല, നേരിട്ട് തന്നെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നേതാവിനെ BJP-യിൽ എത്തിക്കുന്ന കാര്യം ഡൽഹിയിൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ നന്ദകുമാർ കമ്മീഷനായി വൻതുക ആവശ്യപ്പെട്ടു. BJP-യിലേക്ക് ആളെ കൊണ്ടുവരുന്നത് നന്ദകുമാറിനെ പോലുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി. പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും നല്ലവനാണെങ്കിൽ BJP സ്വീകരിക്കുമെന്നും ശോഭ പറയുന്നു. എന്നാൽ അതിനു മുൻപ് നേതാവിന്റെ ചരിത്രം പഠിക്കണം. അതിനുശേഷം മാത്രമേ അംഗത്വം നൽകൂ. തൃശൂരിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ യാത്ര നടന്നപ്പോൾ പ്രമുഖനായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണാൻ എന്തിനാണ് രാമനിലയത്തിലെ മുറിയിൽ വന്നതെന്ന് നന്ദകുമാർ വെളിപ്പെടുത്തണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. അത് കഴിഞ്ഞ് എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത്? അവിടെ വെച്ച് നേതാവ് പാർട്ടിയെ പിളർത്തുമെന്നായപ്പോൾ നന്ദകുമാറിന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് കണ്ണൂരിലെ പിണറായി വിജയന്റെ ലോബി പറഞ്ഞിട്ടല്ലേ നന്ദകുമാർ ശ്രമം പാതി വെച്ച് അവസാനിപ്പിച്ചതെന്നും അവർ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചിട്ട് നന്ദകുമാർ ഇപ്പോൾ നല്ലവനാകുകയാണെന്നും ശോഭ പരിഹസിക്കുന്നുണ്ട്. എന്തായാലും കണ്ണൂരിലെ ആ തലപ്പൊക്കമുള്ള നേതാവ് ആരാണെന്നാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ CPM-ൽ നിന്ന് തലപ്പൊക്കമുള്ള ഒരു നേതാവ് BJP-യിൽ എത്തിയാൽ CPM-നെ സംബന്ധിച്ച് അത് മുഖത്തേക്കുന്ന അടിയായിരിക്കും.